റയാൻ ടൈറ്റസ്. കൊല്ലം മരുതുമൺ പള്ളി SNV UPSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് ഉത്തര സുരേഷിന് എന്ത് കഥയാണ് പറയാനുള്ളത് എന്ന് കേട്ടാലോ? എനിക്ക് കേട്ടിട്ട് വരാം, കൂടെ പോന്നോളൂ. ഒരിടത്ത് അപ്പു എന്നൊരു മിടുക്കൻ കുട്ടി താമസിച്ചിരുന്നു. അവൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പുവിന് പുസ്തകങ്ങൾ വായിക്കാൻ അല്പം മടിയായിരുന്നു. അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അവൻ നന്നേ ബുദ്ധിമുട്ടി. ഒരു ദിവസം അപ്പു കളിക്കാൻ പോയപ്പോൾ ഒരു വലിയ പൂച്ചയെ കണ്ടു. പൂച്ചയുടെ നിറം തങ്കം പോലെ തിളങ്ങിയിരുന്നു. മ്യാവൂ മ്യാവൂ. പൂച്ച അവനെ നോക്കി പതിയെ ശബ്ദമുണ്ടാക്കി. അപ്പു പേടിച്ച് അവിടെ തന്നെ നിന്നു. അപ്പോൾ പൂച്ച സംസാരിച്ചു. പേടിക്കണ്ട അപ്പു, ഞാനൊരു മാന്ത്രിക പൂച്ചയാണ്. എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. അപ്പുവിന് വിശ്വാസം വന്നില്ല. എങ്ങനെ? അവൻ ചോദിച്ചു. പൂച്ച പറഞ്ഞു, എല്ലാ ദിവസവും നീ ഒരു ചെറിയ കഥ ഉറക്കെ വായിക്കണം. ഓരോ വാക്ക് വീതം നിർത്തി നിർത്തി വായിച്ചാൽ മതി. തെറ്റിയാലും വിഷമിക്കണ്ട. ഓരോ വാക്ക് വായിക്കുമ്പോഴും എന്റെ കഴുത്തിലെ മണി ഒന്ന് കിലുങ്ങും. അങ്ങനെ മണി കിലുങ്ങുമ്പോൾ നിന്റെ വായന നന്നാകും. അപ്പുവിന് ഇത് സന്തോഷമുള്ള കാര്യമായി തോന്നി. അവൻ സമ്മതിച്ചു. അന്നു മുതൽ അപ്പു എല്ലാ ദിവസവും ഒരു ചെറിയ പുസ്തകം എടുത്തു. ഓരോ വാക്കായി നിർത്തി നിർത്തി ഉറക്കെ വായിച്ചു. ഓരോ വാക്ക് വായിക്കുമ്പോഴും തങ്കം പൂച്ചയുടെ മണി കിലും കിലും എന്ന് കിലുങ്ങി. ആദ്യം അപ്പുവിന് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അപ്പു വേഗത്തിൽ വായിക്കാൻ തുടങ്ങി. അക്ഷരങ്ങൾ അവന് കൂട്ടി വായിക്കാൻ കഴിഞ്ഞു. പതുക്കെ പതുക്കെ അവൻ വലിയ കഥാപുസ്തകങ്ങൾ പോലും വായിച്ചു തീർത്തു. ഒരു ദിവസം അപ്പു തിരിഞ്ഞു നോക്കിയപ്പോൾ തങ്കം പൂച്ച അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ സങ്കടപ്പെട്ടില്ല. കാരണം ഇപ്പോൾ അപ്പുവിന്റെ മനസ്സാണ് മാന്ത്രിക പൂച്ച. അവൻ സ്വയം മിടുക്കനായി. അങ്ങനെ വായിക്കാൻ മടിയുള്ള അപ്പു ഇപ്പോൾ ക്ലാസ്സിലെ ഏറ്റവും നന്നായി വായിക്കുന്ന കുട്ടിയായി മാറി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയുടെ സന്ദേശം മനസ്സിലായില്ലേ? പരിശ്രമിച്ചാൽ നമുക്ക് ഏത് ബുദ്ധിമുട്ടുള്ള കാര്യവും നേടാനാകും. നന്ദി. താങ്ക് യു ഉത്തര സുരേഷ്. അപ്പുവിന്റെ മാന്ത്രിക പൂച്ചയുടെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? പരിശ്രമിച്ചാൽ ഏത് കാര്യവും നേടാനാകും എന്നാണല്ലേ ഉത്തര നമുക്ക് പറഞ്ഞു തന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഉത്തരയുടെ കഥ. താങ്ക് യു സോ മച്ച് ഉത്തര സുരേഷ്. അടുത്തതായി ഇവിടെ മുകുളങ്ങളിൽ മരുതമൺ പള്ളി SNV UPSലെ അമയ സിജു ആണ് കേട്ടോ. അമയ സിജു ഒരു കവിത ആലപിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അത് അമയെ തന്നെ രചിച്ച് അമയെ തന്നെ ചൊല്ലാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോ അമയയുടെ ആ സൃഷ്ടി നമുക്കൊന്ന് കേൾക്കണ്ടേ? മിഴിമറഞ്ഞ സ്നേഹം. പകപോക്കൽ കണി കണ്ടുണരും മക്കളെ എങ്ങനെ രക്ഷിക്കും ഭൂമിദേവി? മണ്ണിൽ കലർന്ന ജീവനുകളോട് തിദിക്ഷ ചൊല്ലുമോ ഇനി നിങ്ങൾ? ഭൂമിദേവി തൻ ശാപത്താൽ ആകെ തകർന്നു ഈ ലോകം. കൊഴിഞ്ഞുപോയ കിനാക്കളെ വാർത്തെടുക്കുവാൻ കഴിയുമോ ഈ രക്തക്കറകൾക്ക്? രക്തത്തിൽ കുളിച്ച് ഈ ലോകത്തിൻ മേദിനി കാണുമ്പോൾ എൻ മനസ്സിലെ കിളി അശാന്തയായി. ഒന്നൊന്നിനോട് പക വീട്ടുമ്പോൾ രക്തത്തിൻ പുഴ സൃഷ്ടിക്കുമോ ഇനി നമ്മളെല്ലാം? പുഞ്ചിരി വിടർത്തേണ്ട വദനത്തിൽ നാം വിദ്വേഷത്തിൻ ഭാവങ്ങൾ കുത്തിവെക്കുന്നു. സ്നേഹത്തിൻ പുഴ ഒഴുകേണ്ടിടത്ത് നാം വിദ്വേഷത്തിൻ പുഴ ഒഴുക്കുന്നു. അർക്കനുദിക്കും പകലുകൾ പോലും ഭയത്തിൻ അന്ധകാരത്താൽ നിറയുന്നു. പേരിയ സ്നേഹത്തിൻ പളുങ്കുകൾ കോർക്കാൻ ഇനിയും നേരം വൈകിയില്ല. ഇത് കിനാവല്ല, തകർന്നുപോയ യാഥാർത്ഥ്യമാണ്. കാണാതെ പോയ സ്നേഹമാണ്, ലഭിക്കാതെ പോയ ജീവിതമാണ്. നന്ദി. താങ്ക് യു അമയ സിജു. മിഴിമറഞ്ഞ സ്നേഹം എന്ന കവിത അല്ലെ, എന്ത് മനോഹരായിട്ടാണ് അമയ രചിച്ചതും അത് ചൊല്ലിയതും അല്ലെ. ഈ ലോകത്തിലെ കലഹത്തിന്റെ ഒരു ആശങ്കയായിട്ടായിരുന്നു അമയ സിജു ഇവിടെ എത്തിയത്. എല്ലാവർക്കും അമയയുടെ ആ കവിതാലാപനം, ആ സൃഷ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ? താങ്ക് യു സോ മച്ച് അമയ സിജു. അടുത്തതായി മുകുളങ്ങളിൽ ഒരു കഥ കൂടിയുണ്ട് കേട്ടോ. കഥയുമായി എത്തുന്നു ഗൗരീഷ് എസ്. ഗൗരീഷ് കൊല്ലം മരുതമൺ പള്ളി SNV UPSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് ഗൗരീഷിന്റെ ആ കഥയൊന്ന് കേട്ടു വന്നാലോ? പണ്ടൊരു കാലത്ത് ഒരു ഗ്രാമത്തിൽ സുബ്ബയ്യ എന്ന് പറയുന്ന ഒരു വിറക് വെട്ടിക്കാരൻ ജീവിച്ചിരുന്നു. അവന് ഒരു കുടുംബവും ഉണ്ടായിരുന്നു. ആ കുടുംബത്തെ സന്തോഷമായിട്ട് നോക്കാൻ വേണ്ടി അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. സമയവും കാലവും നോക്കാതെ കാട്ടിലേക്ക് ചെന്ന് വിറകുകളൊക്കെ വെട്ടി അത് കൊണ്ടുവന്ന് ചന്തയിൽ വിറ്റ് അതിൽ കിട്ടുന്ന വരുമാനത്തിൽ അവന്റെ കുടുംബം അവർ പോറ്റിക്കൊന്നു. ഇങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു പുഴയുടെ അരികിൽ കാട്ടിൽ ഒരു മരത്തിന്റെ മുകളിലിരുന്ന് ആ മരത്തിന്റെ ചില്ല വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ കോടാലി
അവന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണു. മുങ്ങിത്തപ്പി നോക്കി. പരമാവധി എന്തെല്ലാം ചെയ്ത് മുങ്ങിത്തപ്പിട്ടായാലും എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവന്റെ കോടാലി എടുക്കാൻ പറ്റുന്നില്ല. അവൻ ഒരുപാട് വിഷമിച്ചു. അവന്റെ കുടുംബം പട്ടിണിയാവും, അവൻ ഒരുപാട് കഷ്ടപ്പാടിലാകൂന്നൊക്കെ ഓർത്തു. എന്നിട്ട് അവൻ വനദേവതയോട് പ്രാർത്ഥിച്ചു. വനദേവത കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വനദേവതയ്ക്ക് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. വനദേവത ഉടൻ തന്നെ വെള്ളത്തിനടിയിലേക്ക് പോയി. ആദ്യം ഒരു സ്വർണ്ണ കോടാലി എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റേത്? ഇല്ല, ഇതെന്റേതല്ല ദേവി, സുബയ്യ വിഷമത്തോടെ ഉത്തരം പറഞ്ഞു. ഇത് കേട്ട വനദേവത വെള്ളത്തിനടിയിലേക്ക് പിന്നെയും പോയി ഒരു വെള്ളിക്കോടാലി എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റേത്? ഇല്ല, ഇതും എന്റേതല്ല ദേവി. പിന്നെയും വനദേവത വെള്ളത്തിനടിയിലേക്ക് പോയി. കുറെ സമയങ്ങളായിട്ടും വനദേവത വെള്ളത്തിനടിയിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. സുബയ്യ വളരെ വിഷമത്തിനായി. സുബയ്യ ഭയങ്കരമായിട്ടും വിഷമിച്ചു. കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ വനദേവത വെള്ളത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു പുറത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഇതാണോ നിന്റേത്? ആ സാധാരണ കോടാലി കണ്ടിട്ട് ചോദിച്ചു. അപ്പം സുബയ്യ എന്തു പറഞ്ഞു? കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, അതേ ദേവി, ഇതാണ് എന്റേത്, ഇതാണ് എന്റേത്. അത് കേട്ട വനദേവത, നിന്റെ സത്യസന്ധത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഇതെല്ലാം നീ വെച്ചേക്ക് എന്ന് പറഞ്ഞ് മുമ്പ് കൊണ്ടുവന്ന തങ്കക്കോടാലിയും വെള്ളിക്കോടാലിയും എല്ലാം സുബയ്യക്ക് തന്നെ കൊടുത്തു. സുബയ്യ തങ്കക്കോടാലിയും വെള്ളിക്കോടാലിയും കൊണ്ട് ഇങ്ങനെ വനത്തിലൂടെ നടന്നു വരുന്നത് രാജയ് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തലവൻ കണ്ടു. ഒരു സാധാരണ വിറക് വെട്ടിയുടെ കയ്യിൽ തങ്കക്കോടാലിയും വെള്ളിക്കോടാലിയുമോ? സുബയ്യ, ഇതൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? സുബയ്യ നടന്നതെല്ലാം ഗ്രാമത്തലവനോട് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ രാജയ്ക്ക് അത്യാഗ്രഹം മൂത്തു. ഉടൻ തന്നെ അടുത്തുള്ള ഒരു കാട്ടിലേക്ക് ചെന്നിട്ട് ആ പുഴയിലേക്ക് അയാളുടെ കോടാലി വലിച്ചെറിഞ്ഞു. എന്നിട്ട് പ്രാർത്ഥിച്ചു. വനദേവത കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. മാതേ, എന്റെ കോടാലി വെള്ളത്തിനടിയിൽ വീണുപോയി, അതൊന്ന് എടുത്തു തരാമോ മാതേ? ശരി എന്ന് പറഞ്ഞുകൊണ്ട് വനദേവത വെള്ളത്തിനടിയിലേക്ക് പോയി. ആദ്യം മുമ്പ് ചെയ്തതുപോലെ ആദ്യം ഒരു സ്വർണ്ണ കോടാലി എടുത്തുകൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, രാജയ്, ഇതാണോ നിന്റേത്? സ്വർണ്ണ കോടാലി കണ്ട ഉടൻ ഗ്രാമത്തലവന് അത്യാഗ്രഹം മൂത്തു. ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ അതെ എന്ന് ഉത്തരം പറഞ്ഞു. അതെ മാതേ, ഇത് എന്റേതാണ്, ഇത് എന്റേതാണ്. ഇത് കേട്ട വനദേവതയ്ക്ക് ഉടൻ തന്നെ ദേഷ്യം വന്നു. വനദേവത പറഞ്ഞു, നീ എന്നോട് തന്നെ കള്ളം പറയുന്നു, ഇതിനുള്ള പാഠം തന്നെ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞ് വനദേവത കൺമുമ്പിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ട് നല്ലതിലൂടെ മാത്രം നല്ലതിനെ നേടിയെടുക്കാൻ നോക്കുക. ഒന്നും ചീത്ത വഴിയിലൂടെ നേടിയെടുക്കാൻ നോക്കിയാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ നടന്നതുപോലെ നടക്കാൻ വഴിയുണ്ട്. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഗൗരീഷ്. എന്ത് രസമായിരുന്നല്ലേ ഗൗരീഷ് ആ കഥ പറഞ്ഞത് കേൾക്കാൻ. ശരിക്ക് എനിക്കിനി ഓരോ സീനും എൻ്റെ മുന്നിൽ കണ്ട ആ ഫീലായിരുന്നു ഗൗരീഷിന്റെ കഥ കേട്ടപ്പോൾ. സുബയ്യയുടെ കഥയിലൂടെ ഗൗരീഷ് നമുക്ക് പറഞ്ഞു തന്നത് അത്യാഗ്രഹം പാടില്ല എന്നാണ് അല്ലേ. അപ്പോൾ ഉള്ളതും കൂടെ നഷ്ടപ്പെട്ടു പോകുന്നാണ് ഗൗരീഷ് നമുക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് സന്തോഷം ഗൗരീഷിന്റെ ആ കഥ പറച്ചിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. താങ്ക് യു സോ മച്ച് ഗൗരീഷ്. നമ്മൾ ഇതുവരെ കഥയും കവിതയൊക്കെ കേട്ടു അല്ലേ. അപ്പൊ ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? അതെ, ഒരു ഗാനവുമായി എത്തുന്നു ഗോവിന്ദ് ഗോപൻ. ഗോവിന്ദ് ഗോപൻ കൊല്ലം മരുതമൺ പള്ളി SNV UPSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നമുക്ക് അപ്പോൾ ഗോവിന്ദ് ഗോപന്റെ ആ മനോഹരമായ ഗാനം ഒന്ന് കേട്ടു വന്നാലോ? അങ്ങുവാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കരയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലതുരുത്തില് നീൽപരപ്പിൽ നിഴലിടും, അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് മെറ്റില ചെല്ലവുമായി ഭൂമിയെ തലമൂടും അത്രയും വെറ്റില ഇട്ടു വയ്ക്കാം കുഞ്ഞിളം ഭാവേ കഥ കേട്ട് മെല്ലെ പിഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയായി വളരി വളരി.
താങ്ക് യു ഗോവിന്ദ് ഗോപൻ. അങ്ങുവാനക്കൊണ്ടിലെ എന്ന ഗാനം എന്ത് മനോഹരമായിട്ട്, എന്ത് ക്യൂട്ടായിട്ടാണ് അല്ലെ ഗോവിന്ദ് പാടിയുടെ അവതരിപ്പിച്ചത്. എല്ലാവർക്കും ഗോവിന്ദ് ഗോപന്റെ ആ ഗാനാലാപനം ഇഷ്ടപ്പെട്ടല്ലോ. താങ്ക് യു സോ മച്ച് ഗോവിന്ദ് ഗോപൻ. ഇന്നത്തെ മുകുളങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലെ. ഇന്ന് മുകുളങ്ങളിൽ കലാപരിപാടികൾ അവതരിപ്പിച്ച കൊല്ലം മരുതമൺ പള്ളി SNV UPSലെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം സ്വന്തം തെറ്റ് മനസ്സിലാക്കുക എന്നതാണ് അല്ലെ. അത് സമ്മതിക്കുക എന്നതും വളരെ എളുപ്പമുള്ള കാര്യം മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തി അത് പറഞ്ഞു നടക്കുക എന്നതുമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടെത്താൻ ശ്രമിക്കേണ്ട, നമ്മുടെ തെറ്റുകൾ കണ്ടെത്തി അത് തിരുത്താൻ ശ്രമിക്കും. ഇന്നത്തെ മുകുളങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരുമിക്കും വരെ ഇറ്റ്സ് ബൈ ഫ്രം കൃഷ്ണ. കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. കുഞ്ഞു പാവയ്ക്കുന്നല്ലോ